നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ ദേവപൂജയുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഈ ചെയ്യുന്ന ആരാധനയുടെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണ്? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിനൊരു ആധികാരികമായ അടിസ്ഥാനമുണ്ട്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ദേവപൂജൻ കാ മർമ്മം സംഝേൻ എന്ന ഹിന്ദി പുസ്തകത്തിലെ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വിഷയം ലളിതമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ദിവസവും വിളക്ക് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂക്കളർപ്പിക്കുന്നു. ഇതൊക്കെ വെറും ആചാരങ്ങൾ മാത്രമാണോ? അതോ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ആരാധനയുടെ കാതൽ എന്താണെന്ന് നോക്കും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പഞ്ചോപചാരങ്ങളുടെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കും. ദേവതകളുടെ യഥാർത്ഥ രൂപം, നമ്മുടെ പ്രവർത്തികളെ എങ്ങനെ ആരാധനയാക്കാം, എന്താണ് ഏറ്റവും വലിയ സമർപ്പണം, പിന്നെ അവസാനം ഇതിൻ്റെ എല്ലാം സാരം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗം ആരാധനയുടെ ഹൃദയം, അതായത് നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങൾക്കപ്പുറം എന്താണ് ഇതിൻ്റെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഈ ആത്മീയതയുടെയൊക്കെ കാതലെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരേയുള്ളൂ: ആത്മസംശോധൻ അഥവാ ആത്മശുദ്ധീകരണം. നമ്മൾ ചെയ്യുന്ന ഓരോ പൂജയും പ്രാർത്ഥനയും യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിക്കാനാണ്, നമ്മുടെ സ്വഭാവം നന്നാക്കാനാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇനി നമുക്ക് ഏറ്റവും രസകരമായ ഒരു ഭാഗത്തേക്ക് വരാം. പഞ്ചോപചാര പൂജ എന്ന് കേട്ടിട്ടില്ലേ? അതിലെ 5 പ്രധാന സമർപ്പണങ്ങൾ, അവയുടെയൊക്കെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോന്നിനും നമ്മൾ കാണുന്നതിനപ്പുറം ഒരു വലിയ സന്ദേശമുണ്ട്. ഇപ്പം നമ്മളൊരു ചന്ദനത്തിരി കത്തിക്കുന്നു അല്ലേ? അതിൻ്റെ മണം, അതൊക്കെ ദൈവത്തിനുള്ളതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതം ആ ചന്ദനത്തിരി പോലെയാകണം. നമ്മുടെ നല്ല പ്രവൃത്തികളുടെയും സ്വഭാവത്തിൻ്റെയും സുഗന്ധം ചുറ്റുമുള്ളവർക്ക് സന്തോഷവും പ്രചോദനവും നൽകണം. അതാണ് യഥാർത്ഥ ധൂപം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: വെറുമൊരു തിരിയുടെ പുകയ്ക്ക് ഒരുപക്ഷേ ദൈവത്തിങ്കൽ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മുടെ നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ സുഗന്ധം ഈശ്വരൻ എപ്പോഴും തിരിച്ചറിയാൻ പറ്റും. കാരണം നന്മയ്ക്ക് ഈശ്വരൻ തൊട്ടടുത്താണ്. ഇനി വിളക്കിന്റെ കാര്യമെടുക്കാം. നമ്മൾ എന്തിനാ വിളക്ക് കൊളുത്തുന്നത്? ഇരുട്ടുമാറ്റാൻ, അല്ലേ? എന്നാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു വിളക്കായി മാറണമെന്നാണ്. നമ്മുടെ ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ട് ഈ ലോകത്തിന് വഴികാട്ടണം. അതാണ് യഥാർത്ഥ ദീപസമർപ്പണം. ഇതൊരു ഭയങ്കര മനോഹരമായൊരു സങ്കല്പമാണ്. നോക്കൂ, നമ്മുടെ ശരീരം ആ വിളക്കിൻ്റെ പാത്രമാണ്. നമ്മുടെ സ്നേഹവും വികാരങ്ങളുമാണ് അതിലെ എണ്ണ. നമ്മുടെ കഠിനാധ്വാനം അതിൽ തിരിയും. നമ്മുടെ ആത്മാവാണ് അതിൽ പ്രകാശിക്കുന്ന ജ്വാലയും. ഈ 4 കാര്യങ്ങളും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും പ്രകാശിക്കുന്നത്. പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് ദേവനെ അഭിഷേകം ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു തുള്ളി വെള്ളം പ്രതിനിധീകരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വിയർപ്പ് തുള്ളികളെയാണ്. അതായത് നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം സ്വാർത്ഥമായി ഉപയോഗിക്കാതെ സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കും എന്നൊരു പ്രതിജ്ഞയാണത്. അക്ഷതം, അതായത് പൊട്ടാത്ത അരിമണികൾ. ഇത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതിലൊരു പങ്ക് ദൈവത്തിനുണ്ട്, അതായത് സമൂഹത്തിനുണ്ട്. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ അക്ഷത സമർപ്പണം പൂർണ്ണമാകുന്നത്. ഇത് കുറച്ചുകൂടി ശക്തമായ ഒരു വാക്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. സമൂഹത്തിൽ നിന്ന് നേടിയതൊന്നും പൂർണ്ണമായും നമ്മുടേത് മാത്രമല്ല. അതിലൊരു പങ്ക് തിരികെ നൽകുമ്പോഴാണ് അത് പുണ്യമാകുന്നത്. അല്ലാത്ത പക്ഷം അത് മോഷണത്തിന് തുല്യമാണെന്നാണ് ആചാര്യൻ പറയുന്നത്. അതാണ് യഥാർത്ഥ ആരാധന. അവസാനമായി ചന്ദനം. ചന്ദനത്തിന്റെ പ്രത്യേകത എന്താ? അത് സ്വയം സുഗന്ധമുള്ളതാണെന്ന് മാത്രമല്ല, അത് തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കും ആ സുഗന്ധം പകരും. അതുപോലെ ആവണം നമ്മുടെ ജീവിതം. നമ്മൾ നല്ലവരായാൽ മാത്രം പോരാ, നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവരിലും നന്മ നിറയ്ക്കാൻ നമുക്ക് കഴിയണം. അതാണ് ശരിക്കുള്ള ചന്ദനം ചാർത്തൽ. ശരി, അപ്പോൾ പൂജയിലെ ഓരോ കാര്യങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആരെയാണ് ശരിക്കും ആരാധിക്കുന്നത് എന്നതിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആരാണ് ഈ ദേവതകൾ? അവർ എവിടെയാണ്?
ദേവതകളെന്നു പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന രൂപങ്ങളെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദേവതകളെന്നു പറയുന്നത് കരുണ, ധൈര്യം, ജ്ഞാനം, സ്നേഹം തുടങ്ങിയ ഉന്നതമായ ഗുണങ്ങളാണ്. ഇവയാണ് ദേവവൃത്തികൾ എന്നു പറയുന്നത്. ഈ ഗുണങ്ങളെ വ്യക്തിരൂപങ്ങളായി സങ്കല്പിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്. അതായത് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ദൈവിക ഗുണങ്ങളെയാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഭഗവാൻ ശിവന്റെ രൂപം. ആലോചിച്ചു നോക്കൂ, ജടയിലെ ഗണ്ണ ജാനത്തിന്റെ ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. നെറ്റിയിലെ ചന്ദ്രക്കല ഏത് സാഹചര്യത്തിലും ശാന്തമായിരിക്കുന്ന മനസ്സിനെ സൂചിപ്പിക്കുന്നു. തൃക്കണ്ണ് വിവേകത്തിന്റെ കണ്ണാണ്. കഴുത്തിലെ സർപ്പങ്ങളോ അത് മരണഭയത്തെയും മറ്റു വാസനകളെയും ജയിച്ചതിന്റെ പ്രതീകമാണ്. അപ്പോ ഈ ഗുണങ്ങൾ നമ്മളിൽ വളർത്തുമ്പോഴാണ് യഥാർത്ഥ ശിവപൂജ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതാണ് അടുത്ത ചോദ്യം. ദൈവത്തെ ശരിക്കും എങ്ങനെയാണ് സന്തോഷിപ്പിക്കാൻ കഴിയുക? അതിന്റെ ഉത്തരം നമ്മുടെ പ്രവൃത്തികളിലാണ്. ഈ കാണുന്ന പട്ടിക നോക്കിയാൽ നമുക്കെല്ലാം വളരെ വ്യക്തമാവും. നിങ്ങൾക്ക് ആരോഗ്യം വേണോ? അതിന്റെ യഥാർത്ഥ സൂര്യപൂജ എന്ന് പറയുന്നത് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നതാണ്. സമ്പത്ത് വേണോ? അതിന്റെ അഗ്നിപൂജ കഠിനാധ്വാനമാണ്. ജ്ഞാനം വേണമെങ്കിൽ ശങ്കരപൂജ ചെയ്യണം, അതായത് അച്ചടക്കം പാലിക്കണം. ഇനി മുക്തിയാണ് ലക്ഷ്യമെങ്കിൽ ജനാർദ്ദന പൂജ ചെയ്യുക, അതായത് മനുഷ്യരെ നിസ്വാർത്ഥമായി സേവിക്കുക. ഓരോന്നിനും അതിൻ്റേതായ കർമ്മമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ദേവതകൾ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളിലല്ല പ്രസാദിക്കുന്നത്. അവർ ഓരോ ഊർജ്ജരൂപങ്ങളാണ്. നമ്മൾ ശരിയായ കർമ്മം ചെയ്യുമ്പോൾ ആ ഊർജ്ജം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതാണ് ആരാധനയുടെ യഥാർത്ഥ രഹസ്യം. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ എന്താണ് ഏറ്റവും വലിയ പൂജ? എന്താണ് ആത്യന്തികമായ സമർപ്പണം? ഏറ്റവും വലിയ പൂജ നമ്മുടെ ജീവിതം തന്നെയാണ്. ഓരോ ദിവസവും നന്മയോടെ, സ്നേഹത്തോടെ, നിസ്വാർത്ഥമായി ജീവിക്കുമ്പോൾ ആ ജീവിതം തന്നെ ഈശ്വരനുള്ള ഏറ്റവും വലിയ സമർപ്പണമായി മാറുന്നു. ഇതിനേക്കാൾ വലിയൊരു ആരാധന വേറെയില്ല. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം എന്താണ്? എന്താണ് യഥാർത്ഥ ഭക്തിയുടെ സാരം? ഒന്നോർത്തു നോക്കൂ, യഥാർത്ഥ ആരാധന എന്നത് നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്നൊരു ചടങ്ങല്ല, മറിച്ച് അത് നമ്മൾ ജീവിക്കുന്ന ജീവിതം തന്നെയാണ്. നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും നന്മ നിറഞ്ഞതാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ പൂജയായി മാറുന്നു. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം.